മർദ്ദനത്തിനും പെലറ്റിനും നന്ദി ലോകമാധ്യമങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ ബലം പ്രയോഗിച്ച് അടിച്ചമർത്തുന്നത് സമഗ്രാധിപത്യ രീതിയാണ്. ഡൽഹിയിലെ ജന്തർ മന്തർ പ്രക്ഷോഭങ്ങൾക്ക് നേരെ നടന്ന പോലീസ് അതിക്രമങ്ങൾ ഇന്ത്യയിലെ സ്വതന്ത്ര ഡിജിറ്റൽ മാധ്യമങ്ങളും വിദേശ മാധ്യമങ്ങളും പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചു. ഒപ്പം മോദിക്കേറ്റ ആഘാതവും. 30 പെലറ്റ് ശരീരത്തിൽ പലയിടത്തുമായി തറച്ചു കയറിയ നിലയിൽ ജേർണലിസ്റ്റ്. ഒരു വിദ്യാർത്ഥിക്ക് കാഴ്ച നഷ്ടപ്പെടും വിധം വലത്തെ കണ്ണിൽ പെലറ്റ് തുളച്ചു. ഇർഷാദ് ഷെയ്ഖ് മൻസൂരിയുടെ ദേഹമാകെ വെടിച്ചീളുകളാണ്. AK-47 തോക്ക്, ആണി തറച്ച ലാത്തി എന്നിവയും ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ. ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ നേരിടാൻ മാരകായുധങ്ങൾ ഉപയോഗിച്ചത് ആരാണ്? ആര് പറഞ്ഞിട്ടാണ്? ചോദ്യമുയർന്നപ്പോൾ അധികൃതർ ആദ്യം നിഷേധിച്ചു. പിന്നെ പറഞ്ഞു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെല്ലറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. പാർലമെന്റിൽ മറുപടി പറയാൻ പ്രധാനമന്ത്രിയില്ല, ആഭ്യന്തരമന്ത്രിയില്ല. സ്വതന്ത്ര മാധ്യമങ്ങൾ ചോദ്യമുയർത്തി. ജൂലൈ 20 പെലറ്റ് തോക്ക് ഉപയോഗിച്ചതായി അധികൃതർക്ക് സമ്മതിക്കേണ്ടി വന്നു. കാരണം അക്കാര്യം മാധ്യമങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിരുന്നു. ദ ഹിന്ദു റിപ്പോർട്ടർ നേരിട്ട് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെ ജനറൽ ഡയറി പരിശോധിച്ച് RAF 2 റൗണ്ട് പെലറ്റ് വെടിയുതിർത്തു എന്നും അതിന് അവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ഉത്തരവിട്ടു എന്നും കണ്ടെത്തി. ഇന്ത്യ ടുഡേയും അന്വേഷിച്ചു. ചികിത്സ തേടിയ ഒരു യുവാവിൻ്റെ ആശുപത്രി പ്രിസ്ക്രിപ്ഷൻ പെലറ്റ് മുറിവ് എന്ന് കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. 4 പേർക്കെങ്കിലും പെല്ലറ്റ് ഏറ്റിട്ടുണ്ട്. This is huge because until now Delhi police in a fact check was saying we have not used it. Now we are saying very clearly the RAF, the Rapid Action Force, which of course reports into the CRPF, did use pellet guns. നിഷേധിക്കാൻ പറ്റാത്ത ഈ തെളിവുകൾക്ക് മുൻപിൽ അധികൃതർക്ക് കുറ്റം സമ്മതിക്കാതെ തരമില്ലായിരുന്നു. വിദേശ മാധ്യമങ്ങൾ കാര്യമായി തന്നെ ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി എന്ന് പറയണം. ചില തലക്കെട്ടുകൾ. മന്ത്രിയുടെ രാജിയോടെ സ്കോർ, പാറ്റകൾ 1, മോദി 0. ബ്രാൻഡ് മോദിയുടെ തകർച്ച, 56 ഇഞ്ച് നെഞ്ചോക്ക് യുവശക്തിക്ക് മുൻപിൽ വണങ്ങി. ഒരു സമ്മർദ്ദത്തിനും വഴങ്ങില്ലെന്ന ശാഠ്യം ആദ്യമായി പൊളിഞ്ഞു. കരുത്തൻ്റെ പതനം. ബ്രിട്ടനിലെ ദ ഇക്കോണമിസ്റ്റിൻ്റെ പോഡ്കാസ്റ്റ് പതിപ്പായ ദ ഇൻ്റലിജൻസിലാണ് ഈ നിരീക്ഷണങ്ങൾ. മോദി സർക്കാരിൻ്റെ തോൽവി എന്ന് ഡ്രോപ്പ് സൈറ്റ് ന്യൂസ്. ജീർണിച്ച വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പ്രത്യാഘാതമാണ് ഈ പ്രക്ഷോഭം എന്ന്. പോലീസിൻ്റെ ക്രൂരത തിരിച്ചടിച്ചു. അജയ്യൻ എന്ന ഭാവം വെടിഞ്ഞ് മോദി വഴങ്ങി. ഫിനാൻഷ്യൽ ടൈംസ്. ഇന്ത്യൻ ജെൻസി മോദിയെ വീഴ്ത്തി. വാഷിംഗ്ടൺ പോസ്റ്റ്. വരാനിരിക്കുന്നതിൻ്റെ സൂചനയാണ് മോദിക്ക് ഇത് എന്ന് ചിലർ. ഇത് ഗാർഡിയൻ പത്രം. ഇനി അങ്ങോട്ട് കാര്യങ്ങൾ എളുപ്പമാകില്ല. മോദിയുടെ രീതികൾ യുവതലമുറക്ക് പിടിക്കാതായെന്ന് സെറ്റേയോ. ഡെമോക്രസി നൗ ചാനലിൽ വിദ്യാർത്ഥി നേതാവ് നേഹ ബോറ സർക്കാർ പകപോക്കൽ തുടരുകയാണെന്നും വർഗീയത പുലർത്തുകയാണ് എന്നും ചൂണ്ടിക്കാട്ടി. A witch hunt of protesters, specifically Muslim protesters. There is a witch hunt of Muslim protesters in Bihar. The divisive politics of the BJP that we have been seeing for the past 12 years, that is being enforced by the security forces and the police across the country, and people are being intimidated, people are being put behind bars, specifically based on their religion. If they are Muslim students, they are being intimidated, they are being put behind bars. മോദി പക്ഷക്കാരായ TV ചാനലുകൾക്കിടയിൽ പുതിയ തലമുറ വിജയം നേടിയതിന് ഒരു കാരണം അവർ ഗോദി മീഡിയയെ തള്ളി സ്വന്തം സമൂഹ മാധ്യമ മാർഗങ്ങൾ അവലംബിച്ചതാണ്. അൽ ജസീറയിൽ റിച്ചർഡ് ഗിസ്ബർട്ട്. Which Narendra Modi's BJP government is well positioned to do in a media landscape with almost 400 24/7 news channels, virtually all of which are in Modi's corner. क्या ये जो लोग आप देख रहे हैं अपनी स्क्रीन पर, ये छात्र हैं? क्या ये नीट की परीक्षा की तैयारी करने वाले छात्र हैं जो यहाँ पर पत्थरबाजी करने के लिए आए हैं? The BJP's critics have a term for those channels: Godi Media. ബദൽ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളുമാണ് സ്വതന്ത്ര വീക്ഷണങ്ങൾക്ക് ഇടം നൽകുന്നത്. The coverage in the alternative media space, YouTubers, podcasters, provides a constant contrast with what's on the mainstream side. Those independent journalists are much more in tune with the social media space. ലാത്തിയടി, പെലറ്റ് ഗൺ, കണ്ണീർ വാതകം, പോലീസിന്റെ അനേകം അത്യാചാരങ്ങൾ. അധികൃതർ അത് നിഷേധിച്ചെങ്കിലും യഥാർത്ഥ ദൃശ്യങ്ങൾ നേര് പറഞ്ഞു. അൽ അറബിയ ചാനൽ റിപ്പോർട്ട്.
Police deny using force against protesters, but videos from the scene show officers charging demonstrators with batons and firing tear gas. വിദ്യാർത്ഥി നേതാക്കൾക്ക് നിലപാട് പറയാനുള്ള അവസരം വിദേശ മാധ്യമങ്ങൾ ധാരാളം നൽകി. നേഹ ബോറയെ ഡെമോക്രസി നൗ ചാനലിൽ നമ്മൾ കണ്ടു. ഇത് അശുതോഷ് റാങ്ക അൽ ജസീറയിൽ. Why you are keeping up with these protests? Because exam paper leaks have happened in India before. Why has this particular case become such a major issue? യുവജനങ്ങൾക്കിടയിലെ തൊഴിലില്ലായ്മ സർക്കാരിനെതിരെ രോഷം വർദ്ധിപ്പിക്കുന്നു എന്ന് ഫ്രാൻസ് 24. Corruption within the government and failures of the education ministry also play a part in the protests. With the largest youth population in the world, 367 million young people make up a third of India's working age population. But nearly 40% of graduates and 20% of those aged 25 to 29 are without work. ഒരു കാര്യം വ്യക്തമാകുന്നു. ഇന്ത്യയിലെ യുവതലമുറ അസംതൃപ്തരാണ്. പൊള്ളയായ പ്രചാരണം കൊണ്ടോ അടിച്ചമർത്തൽ കൊണ്ടോ അവരെ വരുതിയിലാക്കാൻ കഴിയില്ല. ഒളിച്ചുകളിയുടെ കാലം കഴിഞ്ഞു. ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു.